മര്യാദക്ക് പാലും ബിസ്ക്കറ്റും കഴിച്ച് ഇവിടെ കഴിച്ചോണം. വെണ്ണല ബിജുവിനെ നിനക്ക് അറിയത്തില്ല. പൊലിക്കുട്ടി നീ വളരുന്നില്ലേ? ഈ പൂച്ചയെ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ തിന്നാൻ വേണ്ടി നടക്കുമോ? പിന്നെ ഞാൻ ഒരു അടിപൊളി ക്ലയന്റിനെ കൊണ്ടുവന്നിട്ട് ആ കൊട്ടേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 1 മാസം നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. ക്ലൈൻറ്റാ? നീ മുഖത്തേക്ക് നോക്കി. ഈ മീശ വരാണ്ട് ഇവിടെ ഒരു കൊട്ടേഷൻ പിടിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടാണ് കണ്ട അമ്പലത്തിൽ പോയിട്ട് മീശയും പിടിച്ച് വിളക്കെടുക്കാൻ പോയത്. അത് എൻ്റെ അമ്മൂമ്മയുടെ നേർച്ച. ആശാന് മീശ ഉണ്ടെങ്കിലും ഇല്ലേലും ആർക്കും ആശാനെ പേടിയില്ല. ആകെപ്പാടെ വെണ്ണല ബിജു എന്ന് പറഞ്ഞ ഒരു ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് വെച്ച് പിടിച്ച കൊട്ടേഷനായിരുന്നു. നീ പോ, എനിക്ക് ഇന്നൊരു മൂടില്ല. പോയെന്ന് 3-4 ദിവസം ഞാൻ പണിയെടുത്ത് തിന്നാൻ തുടങ്ങി. എനിക്കിനി പണിയെടുക്കാൻ മേല മടുത്ത്. എങ്ങനെയും ഈ കൊട്ടേഷൻ പിടിക്കാവോ? നീ പോയ അവിടെ ഞാൻ അവനോട് പോയി നാളെ വരാൻ പറ. അവനല്ല അവൾ. ക്ലൈന്റ് ഒരു പെണ്ണാ. പെണ്ണ? എന്താ ഉള്ള പ്രശ്നം? ഞാനിങ്ങനെ നോർമലായിട്ട് റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നു. എങ്ങനെ കരയുന്നു? എന്റെ മോളെ നീ കരയാണ്ട് കാര്യം പറ. നീ എന്തിനിങ്ങനെ കരയുന്നത്? വലിയ ഇടങ്ങേറാവില്ല എന്തുപാട് ഇത്. നീ കരയാണ്ട് കാര്യം പറ മോളെ. നമുക്കെല്ലാം ശരിയാ. കഴിഞ്ഞ വേണ്ടിയാണല്ലോ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നേ. ശരിയാ മോളെ, മാമനോട് കാര്യം പറ. മാമനെല്ലാം ശരിയാക്കി തരും. മാമൻ നിന്റെ തന്ത. ബിനുവോ? ബിനുവരെ മോളുടെ സാറാ? അല്ല. നോക്കൂ സഹോദരി, കുട്ടി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാവുമോ? നമുക്ക് ആ ബിനുവിനെ തല്ലണ്ടേ? തല്ലണമെങ്കിൽ ആശാനോട് ഫുൾ ഡീറ്റെയിൽസ് പറയണം. കാര്യം ആശാൻ ഒരു ചെറ്റയാണെങ്കിലും എത്തിക്സ് ഉള്ള കൊണ്ടയാണ്. കാര്യം അറിയാവുന്ന ആശാൻ തല്ലത്തില്ല അല്ലേ ആശാനെ? എന്റെ പേര് ശ്രീലക്ഷ്മി. നൈസ് നെയിം. താങ്ക് യു ചേട്ടാ. ബിനു എന്റെ ലവറാ. ഓ ഭയങ്കര ടോക്സിക്കാ. 9ാം ക്ലാസ്സിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി അവൻ ഇഷ്ടാന്ന് പറഞ്ഞേ. ആശാന് 9ാം ക്ലാസ് ആണ്. ഇത് പോക്സോയാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. മോള് പറ. ഇങ്ങനെ സ്ഥിരം തല്ലും ചേട്ടാ. അവസാനം ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും, തല്ലുകയും ചെയ്യും. മോക്കിത് വീട്ടിൽ പറഞ്ഞൂടെ? വീട്ടിലാരുമില്ല. അനാഥയാണോ? അല്ല, അച്ഛൻ ഗൾഫിലാ. ചേട്ടന്മാരും ഇല്ല. ചേട്ടാ പ്ലീസ് ചേട്ടാ, അവനിട്ട് 2 കൊടുക്കണം നമുക്ക്. മോക്കെന്ന് ഇത് പോലീസ് പറഞ്ഞൂടെ? ആശാന് മോളി എന്നെ ഒന്ന് പിടിച്ച് ഇത് കൊണ്ട് കളിച്ചു. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കേട്ട് ഇവളുടെ കേസ് ഒത്തുമ്പാക്കാൻ നിങ്ങൾ ആരും വാർഡും പറഞ്ഞില്ല. മര്യാദക്കാക്കി കേസൊന്നും സോൾവാക്കി കൊടുക്കുന്നത്. നിനക്കറിയത്തില്ല ഞാൻ പെണ്ണ് ദിവസം നോക്കത്തില്ല. പെണ്ണ് കേസ് നിങ്ങളുടെ പെങ്ങളെ പെണ്ണല്ലേ? എങ്ങനെയൊന്നും സോൾവ് ചെയ്യണം. നിങ്ങൾ ആ കൊച്ചിൻ്റെ മുഖത്തോടെ നോക്കില്ല. അല്ലെങ്കിൽ ഒരു 10,000 രൂപ വേണ്ടി വരും. 10,000? ആ, ഞാൻ ഇവളുടെ അഡ്വാൻസ് വാങ്ങിച്ചാ. അത് ഈ മിട്ടുവിന് ഫുഡൊക്കെ കൊടുക്കണ്ടേ, പിന്നെ ഈ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വാടക കൊടുക്കണ്ടേ. ഓണർ കൊങ്ങയ്ക്ക് വിളിച്ച് എങ്ങനെയാലും സോൾവാക്കി. ഇഷ്ടമുണ്ട്. മോളുടെ അടുത്ത് ബിനുവിന്റെ ഫോട്ടോ ഉണ്ടോ? ചേട്ടാ ആശാനെ, നമുക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ ആ ഫോട്ടോയിൽ അത്രയും മുടിയൊന്നും ഇല്ല. അവനെന്താ മുടി വെട്ടിക്കൂടെ? അല്ലെങ്കിൽ ഈ കൊച്ചിയിലെ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത മുടിയും പോവും. നീ അവനൊന്ന് വിളിക്കി കൊണ്ടാരം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കള്ള. ഈ തങ്കം പോലത്തെ കൊച്ചിനെ തല്ലിയിട്ടാണോ ഇവൻ കിടക്കുന്നത്? ഡാ ബിനു, എണ്ണീക്കടാ. ആശാനെ നിന്നോടൊന്നോ പറയാനുണ്ടെന്ന്. കാബറയ്ക്ക് എണ്ണീക്കടാ. ആശാനെ ഇവന് എണ്ണീക്കുന്നില്ല. നീ ഒന്ന് വിളിക്ക് ചങ്ങായി. എന്തൊരു അടിയാണ് അടിച്ചത് നീ. ഒന്ന് പോയ ആശാനെ. ആശാൻ പറഞ്ഞിട്ട് ഞാൻ അടിച്ചേ. കൊല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ബോധം പോകാൻ വേണ്ടി നിനക്കൊന്നും അടിച്ചാൽ പോരായിരുന്നു. ഒന്നും വേണ്ട. നിന്നോട് ഇവൻ ചെയ്ത് വെച്ച് നോക്കിയാ ഇവനെ തല്ലി കൊല്ലണ്ടേ? അതൊരു ഫ്ലോയില് ഞാൻ പറഞ്ഞ. ശരിക്കും കൊന്നു? ഞാനല്ല, അവനാ അടിച്ചത്. ചത്തുപോയെന്നോ? ചുമ്മാ 2 നേരം പറയല്ലോ കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അടിച്ചേ. കൊല്ലാനുള്ള അടിയൊന്നും ഞാൻ അടിച്ചിട്ടില്ല. ചത്തിട്ടില്ല, ശ്വാസമുണ്ട്. അവളുടെ ഏട്ടാ നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ.
നിന്റെ പരിപാടിയാണല്ലേ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഏതാ ഈ വാട്ടമലന്മാര്? ഡാ ബിനു, നീ കിടന്ന് പൊളയാറാ. നീ പെങ്കൊച്ചിൻ്റെ അടുത്ത് കാണിച്ചേക്കേ കൊച്ചു പറഞ്ഞിട്ടുണ്ട്. നീ ആദ്യം അവളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിക്കടാ, എന്നിട്ട് തരാം ഞാൻ കേട്ടോ. നിനക്കിപ്പോ എന്നെ തല്ലണ്ടേ? അഴിച്ചു വിട്ടു നോക്ക്, അപ്പൊ കാണിച്ചു തരാം. പണ്ട വാടക കൊണ്ടാളൊക്കെ വെച്ച് തല്ലാനേ ഇത് പട്ടിക്കും പറ്റും. അതേടാ, നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് പട്ടിയെ പോലെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ബിജേട്ടാ, അവനെ അഴിച്ചു വിടും. അവസാനം നീ അഴിച്ചു വിടറാ, നമ്മളിവിടൊക്കെ തന്നെ ഇല്ലേ. ഇനി നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 6 വർഷം ഞാൻ നിന്റെ ടോർച്ചർ സഹിച്ച്. ഇനി എനിക്ക് പറ്റില്ല നിന്നെ സഹിക്കാൻ. ഇനി എന്റെ പുറകെ വന്ന, എന്നെ ഉപദ്രവിക്കാൻ വന്ന, ഈ ഊച്ചാളി വാടക കൊണ്ടാളെ കണ്ടിട്ടാണ് നീ തുള്ളണേ. പോടാ. വാ ബിച്ചേട്ടാ, നമുക്ക് പോവാം. അപ്പൊ നോക്കി വേണം തല്ലണ്ടേ? വേണ്ട ഏട്ടാ, ഇവനെ തല്ലിയ ഞാനും ഇവനും തമ്മിൽ എന്താ വ്യത്യാസം? വാ ഏട്ടാ, നമുക്ക് പോവാം. ഡാ, ആ കൊച്ചൊന്ന് മൂളിയാലേ നീ തീർന്ന്. നാണോ ഇല്ലല്ലോടാ ഭീഷണിപ്പെടുത്തി പ്രേമിക്കാൻ. എനിക്ക് പോടാ. ആശാനും അവളും പറഞ്ഞതിനെ എനിക്ക് പറയാനുള്ളൂ. പോകുമ്പോൾ ഈ ലൈറ്റും കൂടെ ഓഫ് ആക്കിട്ടോ.